ഹായ് അസ്സലാമു അലൈക്കും. റീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുകി തൊട്ടുകൂട്ടാൻ പറ്റുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ വരെ ഇത് കഴിക്കും. കയ്പ്പാണ് പറഞ്ഞ് മാറ്റി വെക്കില്ല. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാവയ്ക്ക ഒരു ചെറിയ 2 സൈസ് പാവയ്ക്ക ചെറുതായി അരിഞ്ഞിട്ട് അതും പിന്നെ ഒരു അരക്കഷ്ണം മാങ്ങ, ഒരു ചെറിയൊരു സവാള, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കുക്കർ നല്ല വെന്തുടഞ്ഞെടുക്കണം. അപ്പോഴാണ് കുക്കറിലിട്ട് തന്നെ വേവിക്കണം കേട്ടോ. നമ്മൾ പാനിൽ വെച്ച് വേവിക്കുന്നതിനെക്കാട്ടിലും കുക്കറിലിട്ട് അത് ഉടഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കയ്പ്പ് രസം പോകുന്നത്. ഇനി ഇതിലേക്ക് ഇപ്പം അരിഞ്ഞു വെച്ച സവാളയും മാങ്ങയും വെളുത്തുള്ളിയും പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും പിന്നെ ആ പുളീൻ്റെ പാത്രത്തിൽ തന്നെ ഞാനൊരു ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ച് പിന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ഇട്ടിട്ട് നമുക്കിത് അടച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് താളിച്ചെടുക്കാം. കടുകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായി വഴറ്റിയിട്ട് 2 ചെറിയ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി നല്ലോണം ആ എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി നന്നായി വഴറ്റി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്കറിൽ ഈ വേവിക്കാൻ വെച്ച ഈ പാവയ്ക്ക എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കാം. ഇപ്പം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ആ കുക്കറൊന്ന് ഞാൻ ചുഴറ്റി പാർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് തലേന്ന് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പിറ്റേന്ന് കൂട്ടുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എരിവും പുളിയൊക്കെ ഒരു കറക്റ്റായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇറക്കുന്നതിന് മുന്നേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.